ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നീറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഴയുള്ള ദിവസം ഒരു മടിയാണ് പണിയെടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ വീട് നനക്കാൻ പോകാം കേട്ടോ. നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വീട് രാവിലെയും വൈകുന്നേരമൊക്കെ നനച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീടൊന്ന് നനച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാം കേട്ടോ, വീട് നനക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. റെയിലൊന്ന് മുറിച്ചെടുക്കണേ. ഈ റെയിലെന്ന് പറയുന്നത് ഷൊർണൂർ പോണതാണ് കേട്ടോ. അതായത് കോഴിക്കോട്ട് നിന്ന് ഷൊർണൂർ പോണ പാതയാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിച്ച് കടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇപ്പുറത്ത് ഞങ്ങൾ വാടക വീടാണ്. വാടക വീട്ടിൽ നിന്നാട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. റെയിലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. റെയിലിൻ്റെ തൊട്ടടുത്തൊന്നും വീട് കയറ്റാൻ പറ്റില്ല, കുറച്ചങ്ങോട്ട് ഉള്ളിലേക്കാക്കിയിട്ടാണ് കയറ്റിയുള്ളത്. ഇവിടെയൊക്കെ വീടുണ്ട്. വീട് പണി മുഴുവനായിട്ടൊന്നുമില്ല. അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുമരൊക്കെ ഒന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നന കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പണിയെടുക്കാമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് ആദ്യം തന്നെ വന്ന് നനച്ചിട്ടുണ്ട്. നനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായക്ക് കടി ഓട്ടടയാണ് കേട്ടോ. ഓട്ടട, ഓട്ടപ്പം എന്നൊക്കെ പറയില്ലേ, അതാണ്. കുറച്ച് അരിയും പിന്നെ കുറച്ച് ചോറും തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചതാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് മൺചട്ടിയിലാണ് ഓട്ടട തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചെടുത്ത് നമ്മൾ തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തീയൊക്കെ കത്തിക്കരുത് കേട്ടോ, അപ്പോൾ ഓട്ടട പെട്ടെന്ന് കരിയേ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓട്ടട വെച്ച് കൊടുക്കാം. ഓട്ടട നല്ല ടേസ്റ്റുള്ളൊരു കടിയാണ് കേട്ടോ. ചില ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല. നമ്മൾ മലപ്പുറംകാരുടെ ഫേവറേറ്റ് ഉള്ള കടിയാണ് ഓട്ടട. ഈ ഓട്ടടൻ്റെ കൂടെ നല്ല തേങ്ങ കെട്ടുണ്ടാക്കിയാൽ ഓട്ടടൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ, കറി ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഓട്ടട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കൈയിലാണ് ഒഴിച്ചത് കേട്ടോ. അപ്പം തന്നെ മൂടരുത്, കുറച്ചൊരു ബബിൾ വന്നതിന് ശേഷം മൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെയാണ് ഒരുപാട് വിറക് വെച്ച് കത്തിക്കരുത്, അപ്പോൾ കരിയും. എന്നാൽ ചൂട് വാണേനും. നമ്മൾ ഒന്നാമത്തെ ഓട്ടട കണ്ടില്ലേ, ബബിൾസ് കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5-8 ഓട്ടട, 8 ഓട്ടട ഇട്ടുണ്ട് തോന്നുന്നുണ്ട്, 8-9 ചുട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് രാവിലത്തെ ചായക്കടിയാണത് ഓട്ടട. അപ്പോൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഉരുളങ്കിഴങ്ങ് കൊണ്ടിട്ട് കറി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടം ചിക്കൻ കറിയൊക്കെയാണ്. ഇതൊക്കെ കാണിച്ചിരുന്നു ഓട്ടടൻ്റെ ബബിൾ നോക്ക്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കഴിക്കാനും കറിയൊന്നും വേണ്ട, പിന്നെ മക്കൾക്കൊക്കെ കറിയൊക്കെ വേണം കേട്ടോ. 2, 4, 6, 7 ഓട്ടട ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, വിരൽ വെക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഒരുപാട് ചോറൊന്നും ഇട്ട് കൊടുക്കരുത്. ഒരുപാട് ചോറൊക്കെ ഇട്ടാൽ ഒരു ഇതുണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല, നല്ല സോഫ്റ്റ് കൂടിപ്പോവും. അപ്പോൾ ഒരു പിടി ചോറിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരിയിലേക്ക് 1 പിടി ചോറാട്ടോ, 1 പിടി തേങ്ങയും. അപ്പോൾ നമ്മളൊക്കെ ചായയും കടിയൊക്കെ അതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പറയുക, കുടിവെള്ളം കേട്ടോ, കുടിക്കാനുള്ള വെള്ളം. കാരണം നല്ല മഴക്കാലമാണല്ലോ, നമ്മളെ പാടവും തോടും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്, കിണറൊക്കെ. അപ്പോൾ ആ വെള്ളം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, രാവിലെ ചോറുണ്ടാക്കുമ്പോൾ തന്നെ ഇതുപോലെ ആ ചോറുണ്ടാക്കുന്ന കലത്തിൽ തന്നെ 1 കലം വെള്ളം നല്ലോണം തിളപ്പിക്കുക. തുളസിൻ്റെ അല്ലേ എന്തെങ്കിലും ഇലയൊക്കെ ഇട്ടിട്ട്, ജീരകമോ എന്തെങ്കിലും ഇട്ടിട്ട് തിളപ്പിക്കില്ല. ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ നല്ലതാണ് തിളപ്പിച്ചേറിയ വെള്ളം. അപ്പോൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ 1 കലം വെള്ളം തിളപ്പിച്ച് വെക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.